ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാം സ്നേഹം അറിയിച്ചു. എൻ്റെ പേര് പ്രമോദ് ജി കെ. ഞാൻ താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ്. എൻ്റെ കുടുംബം 2 കുഞ്ഞുങ്ങളും വൈഫും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഇന്ന് തിരുവചന ചിന്തയ്ക്ക് അല്പനേരം തിരുവചന ചിന്തയ്ക്കായി വേണ്ടി മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 23 വാക്യമാണ് തിരഞ്ഞെടുത്തത്. അതിലെ വാക്യം നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നത് പോലെ യേശുവും ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുന്നൊരു സംഭവമാണ്. പോകുന്ന വഴിയിൽ പെട്ടെന്ന് കാറ്റടിക്കുകയും അവരുടെ വള്ളം മുങ്ങുമാറാക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം നമുക്കതറിയാം. വചനത്തിനായി സ്തോത്രം. ശിഷ്യന്മാർക്കും നേരിട്ടതായ പ്രയാസം നമുക്കത് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യമായാലും ഏത് പ്രതികൂല അവസ്ഥയായിരുന്നാലും ഇന്ന് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയും, കർത്താവ് കൂടെ. ശിഷ്യന്മാർ അവരുടെ പടക് മുങ്ങാറായപ്പോൾ യേശു അവിടെ ഉറങ്ങുകയായിരുന്നു. നോക്കൂ, കാറ്റും അതിശക്തമായ തിരമാലകൾ ഉയർന്നപ്പോൾ യേശു ആ പടകിൽ ഉണ്ടായിരുന്നു. യേശു അവിടെ ഉറങ്ങുകയായിരുന്നു. വചനം വായിക്കുമ്പോൾ ഉറങ്ങുകയായിരുന്നു. എന്നാൽ ശിഷ്യന്മാർ അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഭയപ്പാടും അവിശ്വാസവും മൂലം അവരുടെ പ്രാണൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ വന്നപ്പോൾ അവർ നിലവിളിക്കുക. യേശുവിനോട് നിലവിളിക്കുക, ഗുരു, നാഥ, യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവർ യേശുവിനോട് നിലവിളിക്കുക. യേശു ഉടനെ തന്നെ എഴുന്നേറ്റു. വചനം വായിക്കുമ്പോൾ മനസ്സിലാവും, യേശുവിന് ഉടനെ എഴുന്നേറ്റു. കാറ്റിനെയും കടലിനെയും കർത്താവ് യേശു ശാസിച്ചു. വലിയ ശാന്തത ഉണ്ടായി എന്ന് വചനം പറയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ശാന്തത ഉണ്ടാകാൻ പോകും. സ്തോത്രം. ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ഏത് പ്രതികൂല അവസ്ഥയായിക്കോട്ടെ, നിന്റെ ഒരുപക്ഷെ രോഗമാകാം, കടബാധ്യതാവാം, ഏത് വിഷയമായാലും നീ നിലവിളിക്കുന്ന, നീ ഭാരപ്പെടുന്ന ഏത് വിഷയത്തിൽ കർത്താവ് എഴുന്നേൽക്കാൻ പോകുന്നുവെന്ന് നീ വിശ്വസിക്കുക. ഇന്ന് അല്പനേരം പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം അനേകർക്കൊരു വലിയൊരു വിടുതലായി മാറട്ടെ കർത്താവ്. അനേക ജീവിതങ്ങൾക്ക് ഒരു വലിയൊരു ശാന്തത ഉണ്ടാകട്ടെ കർത്താവ്. അനേക കുടുംബങ്ങൾക്ക് ഒരു വലിയ ശാന്തത ഉണ്ടാകട്ടെ കർത്താവ്. ദൈവം എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് എൻ്റെ സാക്ഷികളും ദൈവം ചെയ്ത അത്ഭുതങ്ങളും തുടർന്നുള്ള വീഡിയോയും ഞാൻ ചെയ്യും. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.